2018 രാഷ്ട്രപതി ഒപ്പിടുകയും 2018 ഫെബ്രുവരി 19 കേരള ഗവൺമെന്റ് എക്സ്ട്രാ നോട്ടിഫിക്കേഷനിലൂടെ ഗസറ്റിൽ നോട്ടിഫൈ ചെയ്ത പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ മുഴുവൻ അടിച്ചമർത്താനാണ് സർക്കാരിന്റെ തീരുമാനം. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ അബിൻ വർക്കിയെ വളഞ്ഞിട്ട് തല്ലിയത്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഇനി അതിശക്തമായിട്ടുള്ള സമരവുമായി പ്രതിപക്ഷം മുന്നോട്ട് നീങ്ങും. ഇനി ഒരു കോംപ്രമൈസിനും ഞങ്ങൾ തയ്യാറല്ല. ഇത്രയും കാലം സഹിക്കാവുന്നതിൻ്റെ പരമാവധി സഹിച്ചു. പക്ഷേ ഭരണം ഏറ്റവും വൃത്തികെട്ട ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയും അതോടൊപ്പം തന്നെ ഈ ഭരണം നിലനിർത്താൻ വേണ്ടി BJPയുമായി അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ഇനി സർക്കാരിനോട് യാതൊരു രീതിയിലുള്ള സമന്വയത്തിൻ്റെ പാതയും ഞങ്ങൾക്കില്ല. ഇനി സമരവും അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭണങ്ങളുമായിട്ട് പാർട്ടിയും മുന്നണിയും മുന്നോട്ട് നീങ്ങും. അത് മാത്രമല്ല, അതിലെ കുറെ കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, പ്രതിപക്ഷ നേതാവ് RSS നേതാവും അജിത് കുമാറുമായിട്ടുള്ള സംഭാഷണത്തിനെ കുറിച്ച് പറഞ്ഞു. ഈ നിമിഷം വരെ അത് നിഷേധിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നിഷേധിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ പറയും എന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് ഒരക്ഷരം പോലും പറയാൻ പിണറായി തയ്യാറായിട്ടില്ല. മാത്രമല്ല, ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് മുകേഷിൻ്റെ കാര്യത്തിൽ ശക്തമായിട്ട് സമരം നടത്തിയ BJP അജിത് കുമാറിൻ്റെ കാര്യത്തിൽ ഒരു സമരവും നടത്തുന്നില്ല. ഒരു അഴകുഴമ്പൻ സ്റ്റേറ്റ്മെൻറ്റാണ് സുരേന്ദ്രൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അദ്ദേഹം സാധാരണ ഭൂമി മലയാളത്തിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയുന്ന ആളാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് അദ്ദേഹം എന്താ പറയേണ്ടത്, മുഖ്യമന്ത്രി രാജിവെക്കണമെന്നുള്ള ഒറ്റ സെൻറ്റൻസിൽ കാര്യങ്ങൾ ഒതുക്കി. അജിത് കുമാറിനെ കുറിച്ച് പറഞ്ഞ ഒരു ആരോപണവും അദ്ദേഹം ഏറ്റെടുത്തിട്ടില്ല. അതിൽ നിന്ന് തന്നെ ഈ ബന്ധം വളരെ വ്യക്തമാണ്. മാത്രമല്ല, അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്, ഈ 2023 മെയ്യിൽ ചർച്ച നടന്നതിന് ശേഷം പിന്നീട് ഉണ്ടായൊരു സംഭവമുണ്ട്. അതായത് പൂരം എക്സിബിഷൻ നടത്താൻ അതുവരെ തറവില നിശ്ചയിച്ചിരുന്നത് ദേവസ്വം ബോർഡാണ് തറവില നിശ്ചയിക്കുന്നത്. കൊച്ചി ദേവസ്വം ബോർഡ് 35 ലക്ഷം രൂപയിൽ നിന്ന് ഒറ്റയടിക്ക് 2 കോടിയായി തറവില വർദ്ധിപ്പിച്ചു. അതിനെതിരായി അന്ന് അവിടെ MP ആയിരുന്ന TN പ്രതാപൻ ഒരു ഏകദിന ഉപവാസം നടത്തി. അത് ഉദ്ഘാടനം ചെയ്ത ഞാൻ. അന്ന് ഞങ്ങൾ പറഞ്ഞു, ഇത് പൂരം മുടക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്, അത് ഞങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കില്ല. അന്ന് ദേവസ്വം ബോർഡിൻ്റെ 2 ദേവസ്വം ബോർഡിൻ്റെയും പ്രതിനിധികൾ വന്ന് ഞങ്ങൾക്കൊക്കെ ഹാരാർപ്പണം നടത്തിയതാണ്. ഏതായാലും ഈ സമരത്തിനെ തുടർന്ന് മുഖ്യമന്ത്രി യോഗം വിളിച്ച് 45 ലക്ഷം തറവിലയായി തീരുമാനിച്ച് കോംപ്രമൈസ് ആക്കി. അപ്പോൾ ഈ 2023 മെയ്യിലെ ഈ അജിത് കുമാറും RSS നേതാവുമായിട്ടുള്ള സംഭാഷണത്തിന് ശേഷം പൂരം മുടക്കാനുള്ള ആദ്യത്തെ ശ്രമമായിരുന്നു തറവില വർദ്ധിപ്പിച്ചത്. അതായത് 35 ലക്ഷം ഒറ്റയടിക്ക് 2 കോടിയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വളരെ കണിശമായിരുന്നു, ഒരു പൈസ പോലും കുറയ്ക്കില്ല. ഈ സമരവും മുഖ്യമന്ത്രിയുടെ കോൺഫറൻസിനെയും തുടർന്ന് 45 ലക്ഷത്തിൽ പ്രശ്നം തീർത്തു. പക്ഷേ പിന്നീടാണ് പൂരം തന്നെ കലക്കാനുള്ള തീരുമാനം ഉണ്ടായത്. അപ്പോൾ അതിൽ വ്യക്തമാണ്, അതുവരെ രംഗത്തില്ലാതിരുന്ന സുരേഷ് ഗോപി കാലത്ത് പകൽ പൂരത്തിന് ഞാനും സുനിൽകുമാറും അവിടെയുണ്ട്, തേക്കുംകാട് മൈതാനിയുണ്ട്. എലഞ്ഞിത്തറ മേളം നടക്കുമ്പോൾ ഞങ്ങളുണ്ട്, കൊടമാറ്റത്തിൻ്റെ സമയത്ത് ഞങ്ങളുണ്ട്. ആ നേരത്തൊക്കെ പുറം വേദനയാണെന്ന് പറഞ്ഞ് കാണാത്ത സുരേഷ് ഗോപി സേവാഭാരതിയുടെ ആംബുലൻസിൽ പ്രത്യക്ഷപ്പെടുകയാണ്. വരുന്നു, അധികം ചില നിർദ്ദേശങ്ങൾ നൽകുന്നു. പറഞ്ഞില്ല, മന്ത്രി രാജൻ പോലും കാർ ഉപേക്ഷിച്ച്, ഞങ്ങളൊക്കെ കാർ ഉപേക്ഷിച്ച് നടന്നാണ് പൂരപ്പുറമ്പിലേക്ക്. ഇദ്ദേഹം സേവാഭാരതിയുടെ ആംബുലൻസ്. അപ്പോൾ പോലീസുകാരും എന്താ വിചാരിച്ചത്, സേവാഭാരതിയുടെ ആംബുലൻസ് വരികയാണ്, ആരോ തല കറങ്ങി വീണു കൊണ്ടുപോകാൻ വേടി വരികയാണ്. അപ്പോൾ നോക്കുമ്പോൾ ഇതാണ് അതിൽ വരിക, സേവാഭാരതിയുടെ ആംബുലൻസ്. അപ്പോൾ ഇതൊക്കെ വളരെ ഞാൻ പറഞ്ഞല്ലോ, 2023 സംഭാഷണത്തിൻ്റെ തുടർ ചലനങ്ങളാണ് തൃശ്ശൂരിലുണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞ ഒന്നുകൊണ്ടും ഈ സത്യം പുറത്തു വരില്ല.